നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംഭീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിൻ ഒരു സ്കാർഫ് വാങ്ങിച്ചിട്ട് ഹീറോന്റെ അമ്മേനെ കാണാൻ വന്നിട്ടുണ്ട്. ആ സ്കാർഫ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അമ്മ വാങ്ങുന്നില്ല, അത് മൈൻഡ് പോലും ആക്കുന്നില്ല. അങ്ങോട്ട് വേറൊരു കൂട്ടുകാരി വരും, നോക്കട്ടെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു നോക്കും. എന്നാൽ അവര് പറയും ഹീറോന്റെ അമ്മ ഇത് ഉപയോഗിക്കത്തില്ല, കാരണം അവരുടെ കളറിന്റെ ഇഷ്ടമൊക്കെ വേറെയാണ്. അതുപോലെ തന്നെ അവർ ഈ സ്കാർഫ് ഉപയോഗിക്കത്തില്ല, വേറൊരു രീതിയിലുള്ള സ്കാർഫാണ് ഉപയോഗിക്കുന്നത്, നീ വാങ്ങിച്ചത് തെറ്റിപ്പോയെന്ന് മാനിയായിട്ടാണ് പറയുന്നത്. എന്തായാലും അമ്മായിയമ്മ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറിപ്പോകും. അതിനകത്ത് വേറൊരു പെൺകുട്ടിയുണ്ട്, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്, എന്നാൽ അതിന് കുറച്ചുകൂടെ മനസാക്ഷിയുണ്ട്. ആ പെൺകുട്ടി വന്ന് ഹീറോയിനോട് സംസാരിക്കും, ഈ സ്കാർഫിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. അവൾ പഠിക്കുന്ന കാലത്ത് ഇതെന്താ കച്ചവടം ചെയ്തിട്ടുണ്ട്, ചുമ്മാ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും ആ പെൺകുട്ടി അവിടെ നിന്ന് ആശ്വസിപ്പിച്ചിട്ട് മാറിപ്പോകും. ഹീറോയിന്റെ അമ്മയടുത്ത് സംസാരിക്കാനായിട്ട് വേറൊരു കൂട്ടുകാരി വരും. ആ കൂട്ടുകാരി വന്നിട്ട് ഈ അമ്മായിയമ്മയോട് പറയും, ഹീറോയിന് ഒരു ടേസ്റ്റ് ഇല്ല, അവരെല്ലാം വില കുറഞ്ഞതാണ് വാങ്ങുന്നത്, നിനക്ക് ഗിഫ്റ്റായിട്ട് തന്നത് മോശപ്പെട്ടൊരു സ്കാർഫാണ്, അതിന് വലിയ വിലയൊന്നും ഇല്ലാന്ന്. ഹീറോയിൻ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അവിടെ നിൽപ്പുണ്ട്. ഹീറോയിൻ ഒരുപാട് വിഷമായി, അവൾ അവിടെ നിന്ന് പോകും. പിന്നീട് ഹീറോയിൻ ആ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങും. ആ സമയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഹീറോയിൻ ചോദിക്കും ആ ലേഡിയോട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്, ആ കുടുംബത്തിന് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നതെന്ന്. അതൊക്കെ എന്റെ ജോലിയല്ലേ എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഹീറോയിന്റെ അമ്മയുടെ കൂട്ടുകാരികളോട് ഈ ലേഡി നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അവര് ചീത്ത പറഞ്ഞാൽ ഈ ലേഡി തിരിച്ചൊന്നും പറയത്തില്ല, മാനിയായിട്ടാണ് പോകുന്നത്. അതെന്താന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവര് പറയും, അമ്മായിയമ്മയുടെ കൂട്ടുകാരികൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഈ ലേഡിയുടെ ജോലി പോകാൻ സാധ്യതയുണ്ടെന്ന്. അമ്മായിയമ്മ കൂട്ടുകാരികൾ പറയുന്നത് കേൾക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാവും, ഇനിയിപ്പം ആ കൂട്ടുകാരികൾക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, അമ്മായിയമ്മയെ കയ്യിലെടുക്കാനായിട്ട് കൂട്ടുകാരികളെ കയ്യിലെടുക്കണം. എന്നാൽ കൂട്ടുകാരികൾക്കും അമ്മായിയമ്മയ്ക്കും ഹീറോയിനെ ഇഷ്ടമല്ല. ഹീറോയിൻ എന്തൊക്കെയോ പ്ലാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഈ ലേഡി കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, അതുകൊണ്ടൊന്നും അല്ല, ആ ലേഡിക്കായിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ കഴിക്കുന്ന എന്തോ ഒരു ഫുഡ് ഹീറോയിൻ പൈസ അടച്ചോളാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ ലേഡി വേണ്ടാന്ന് പറഞ്ഞാലും ഹീറോയിൻ കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം തൊട്ട് ഹീറോയിൻ ഈ അമ്മായിയമ്മ കളിക്കുന്ന ഒരു കോർട്ടുണ്ട്, ടെന്നീസ് കളിക്കില്ലേ, അവിടെ ഈ ബോൾ ചുമ്മാ പറക്കി എറിയും. അത് പറക്കലാണ് ഹീറോയിന്റെ പണി. ഇങ്ങനെ പറക്കി കൊടുത്ത് അമ്മായിയമ്മയെ ഇംപ്രസ് ചെയ്യാനാണ് ഹീറോയിന്റെ പ്ലാൻ. അമ്മായിയമ്മ ആയിട്ടില്ല, അതുപോലെ നമുക്ക് അമ്മായിയമ്മ എന്ന് വിളിക്കാം. എന്തായാലും ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെട്ട് പറക്കുന്നുണ്ട്. അമ്മായിയമ്മ കളിയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരികളോടുകൂടി മാറിയിരിക്കും. കൂട്ടുകാരികൾ ചോദിക്കും അമ്മായിയമ്മയോട്, എന്താ ഹീറോയിൻ ഇവിടെ, നിങ്ങൾ വിളിച്ചിട്ടുണ്ടോന്ന്. അമ്മായിയമ്മ പറയും, ഞാൻ വിളിച്ചിട്ടുണ്ട്, അവള് ഫ്രീ ആയതുകൊണ്ട് ഞാൻ കൂട്ടിന് വിളിച്ചോണ്ട് വന്നതാണെന്ന്. അതുമല്ല ഹീറോയിന്റെ അച്ഛനും അമ്മയൊക്കെ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുമ്പോൾ കൂട്ടുകാരികൾ പറയും, അതുകൊണ്ടായിരിക്കും ഹീറോയിൻ ഒരു മിണ്ടാപ്പൂച്ചയായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന്. ബാക്കിയുള്ള ആൾക്കാർ മോശമായിട്ട് പെരുമാറിയാലും അവൾ അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ലല്ലോ, പാവമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ചിലപ്പോൾ ആ മാതാപിതാക്കൾ വളർത്തിയോണ്ടായിരിക്കണം ഹീറോയിൻ അങ്ങനെ ആയെന്ന് കൂട്ടുകാരികൾ പറയും. ഹീറോയിൻ ഇവിടെ ബോൾ പറക്കി ക്ഷീണിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു മനസാക്ഷിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ പെൺകുട്ടി വരുന്നത്. ആ പെൺകുട്ടി വന്നിട്ട് ഹീറോയിനോട് പറയും, നീ ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട, ചെറിയ രീതിയിൽ കഷ്ടപ്പെട്ടാൽ മതി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഒരുപാട് കഷ്ടപ്പെട്ടാലും ആൾക്കാർക്ക് നിന്നെ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് തന്നെ സാധാ രീതിയിൽ പോയാൽ മതിയെന്ന്. ഹീറോയിൻ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആ ഡെസ്കിൽ പോയിരിക്കും. ആ സമയം ആ കോർട്ടിലോട്ട് വേറൊരു ലേഡി വരും. അത് വലിയൊരു ബിസിനസ് ഓണറിന്റെ ഭാര്യയാണ്. അവരെന്ന് വെച്ചാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ്. വലിയൊരു ബിസിനസ്സുകാരിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവര് വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല, എല്ലാവരും അവർക്ക് ചുറ്റും പോയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അമ്മായിയമ്മയ്ക്കും അവരോട് കൂടെ കൂട്ടുകൂടിയ കൊള്ളാന്നുണ്ട്, എന്നാൽ അവര് മൈൻഡ് ആക്കുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ഹീറോയിൻ അവിടെ നിൽപ്പുണ്ട്. ആ മനസാക്ഷിയുള്ള പെൺകുട്ടിയോട് ചോദിക്കും അതാരാണെന്ന്. ആ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കും, വലിയൊരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണ്. ഞാൻ അവരുമായിട്ട് മിണ്ടാൻ നോക്കിയിട്ട് അവര് മിണ്ടിയില്ല, അവര് ഭയങ്കര തിരക്കുള്ള ഒരു സ്ത്രീയാണ്, അതുപോലെ എല്ലാവരും അവരുമായിട്ട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ എന്തോ ഒരു പ്ലാൻ മനസ്സിലിടുന്നുണ്ട്. ഈ അമ്മായിയമ്മയെ നോക്കുമ്പോൾ അമ്മായിയമ്മയ്ക്കും കൂട്ടുകൂടാനായിട്ടുള്ള താല്പര്യം ഉണ്ടല്ലോ, അപ്പൊ ഹീറോയിൻ എന്തോ ഒരു പ്ലാൻ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ ഒരു ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചെല്ലും. എന്ത് ഡാൻസ് ആണെന്ന് അറിയാൻ പാടില്ല, എന്തോ ഒരു തരം ഡാൻസ് ആണ്, എന്നോട് ചോദിക്കില്ല. എനിക്കത് കണ്ടിട്ട് പ്രാവ് പറക്കുന്നത് പോലെയാ തോന്നി, ആ ഡ്രസ്സൊക്കെ കണ്ടിട്ട്. എന്തായാലും ഹീറോയിൻ അവിടെ ചെല്ലുമ്പോൾ അവളുടെ മനസ്സിലാത്തോട്ട് ഒരു കാര്യം വരും. അവളുടെ കൂട്ടുകാരിയാണ് പറഞ്ഞു കൊടുത്തത്, നേരത്തെ ഒരു ബിസിനസ് വുമണിനെ കണ്ടില്ലായിരുന്നോ, ഭർത്താവ് വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള, അവരിവിടെ ഡാൻസ് പഠിക്കാനായിട്ട് വരും, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയാണ് ഇത്. അതുമല്ല ഇവരെന്തോ ഒരു മത്സരം വെക്കുന്നുണ്ട് ഈ ഡാൻസുമായിട്ട്. അപ്പൊ ഹീറോയിന്റെ പ്ലാൻ എന്തോ ആയിരിക്കും, അവരെ കയ്യിലെടുത്ത അമ്മായിയമ്മയെ കയ്യിലെടുക്കാൻ പറ്റുമല്ലോ, അങ്ങനത്തെ പ്ലാനാണ്. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം ഇത് നടക്കോ ഇല്ലയോ എന്ന്. എന്തായാലും ഹീറോയിൻ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ ലേഡി എന്തോ ഒരു ഡാൻസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ അത് അവരെ കൊണ്ട് കറക്റ്റ് ആക്കാൻ പറ്റുന്നില്ല. അവർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവുന്നില്ല, ഇത്തിരി കൂടെ നന്നായിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നോക്കി കണ്ടിട്ട് ഹീറോയിൻ ഈ ക്ലാസ് പഠിക്കാനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനെ ചെന്ന് കാണും. ആ ടീച്ചർ പറയും ബേസിക്സ് ഒക്കെ പഠിക്കാനായിട്ട് 1 മാസം എടുക്കുമെന്ന്. പക്ഷെ 1 മാസമൊന്നും ഹീറോയിന് സമയമില്ല. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് ലേഡി ഒരു സ്റ്റെപ്പ് പഠിച്ചില്ലേ, അത് കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ പറയും. അവള് ബേസിക്സ് ഒന്നും ഇല്ലാതെ ആ സ്റ്റെപ്പ് മാത്രം പഠിക്കും. അവർ പഠിക്കാനായിട്ട് പാടുപെടുന്ന ആ സ്റ്റെപ്പ് മാത്രം പഠിക്കും. ഹീറോയിന്റെ പ്ലാൻ മനസ്സിലായല്ലോ, പിന്നെന്താ
എന്താ നടക്കുക? ഹീറോയിൻ ഫ്രീ കിട്ടുന്ന സമയം എല്ലാം പ്രാക്ടീസ് ചെയ്യും. അവൾ വീട്ടിലിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. അവൾ അത്ര ഡെഡിക്കേഷനോട് കൂടി പണിയെടുക്കുന്നുണ്ട്. അവൾ ജോലി ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. ഇത് കാണുന്ന അവിടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരിയില്ലേ, കൂട്ടുകാരി വന്ന് ചോദിക്കും, നീ എന്തായി ചെയ്യുന്നതെന്ന്. ഓ അതൊന്നും ഇല്ല, ടൈപ്പ് ചെയ്ത് കൈയടിച്ചപ്പോൾ ചെയ്തതാന്ന് കള്ളം പറയും. പിന്നെ അവള് ഡെസ്കിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യും, ആരും കാണാതിരിക്കാനായിട്ട്. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡാൻസ് ക്ലാസ്സിൽ വരും. അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. അവളൊരു റെസ്റ്റ് കൊടുക്കാതെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വീണ്ടും ടീച്ചറിനോട് അനുവാദം ചോദിച്ചു വാങ്ങും. എന്തിനാന്നല്ലേ, കുറെ നേരം കൂടെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓ അതിനെന്താ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്ന് മാറിപ്പോകും. ഹീറോയിൻ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. പിന്നീട് ഹീറോയിൻ വീട്ടിൽ പോയിട്ട് ആരെ ഫോൺ വിളിക്കുന്നുണ്ട്, എന്തോ ഗുളികയൊക്കെ കഴിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഡാൻസ് പഠിക്കുന്ന കാര്യവും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരാണെന്ന് അറിയാൻ പാടില്ല, അത് സബ്ടൈറ്റിൽ വന്നിട്ടില്ല. ചിലപ്പോൾ അവളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം, അറിയാൻ പാടില്ല. എന്തായാലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. പിറ്റേ ദിവസം അവൾ വന്ന് പ്രാക്ടീസ് ചെയ്യും. അവൾ പ്രാക്ടീസ് ചെയ്ത് ആ ഡാൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ടീച്ചർ കണ്ട് അത്ഭുതപ്പെടും. കാരണം അവള് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആവുന്നേ ഉള്ളൂ, അതിനു മുമ്പ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ പോകും. പോകണേന് മുമ്പ് ഹീറോയിനോട് പറയും, മതി കുറച്ചേറെ റെസ്റ്റ് എടുത്തോളാൻ. എന്തായാലും അവർ പോയതിനു ശേഷം അങ്ങോട്ട് ആ ബിസിനസ് ലേഡി വരും. ബിസിനസ് ലേഡി വന്ന് നോക്കുമ്പോൾ അവർ പാടുപെടത്തില്ലേ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്, അത് ഹീറോയിൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ബിസിനസ് ലേഡി ടീച്ചറിനോട് ചോദിക്കും, ഇത് ഏതാ കുട്ടി, ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞു കൊടുക്കും, കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട്, പക്ഷെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇത് കണ്ട് ഇംപ്രസ് ആയിട്ടുള്ള ഈ ലേഡി ഹീറോയിന്റെ അടുത്ത് ചെന്ന് പരിചയപ്പെടും. ഇത് തന്നെയായിരുന്നു ഹീറോയിന്റെ പ്ലാനും. ആ ലേഡി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടണം. അങ്ങോട്ട് ചെന്ന് കൂട്ടാവാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. പക്ഷെ ഈ ലേഡി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടില്ലേ. പിന്നീട് എന്താ നടക്കുക, ആ ലേഡി ഹീറോയിനോട് ചോദിക്കും, ഈ ഡാൻസ് ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന്. അങ്ങനെ ഹീറോയിൻ പറഞ്ഞു കൊടുക്കും ഓരോ ഡാൻസ് സ്റ്റെപ്പായിട്ട്. ഇങ്ങനെ ഡാൻസ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് ഈ ലേഡിയുടെ ഫോണിനകത്തോട്ട് ഒരാൾ വിളിക്കും. എടുത്ത് നോക്കുമ്പോൾ ആരോ ഒരാളാണ്, എന്തോ ഒരു സ്കൂളിന്റെ കാര്യമാണ് പറയുന്നത്. ആ സ്കൂളിൽ സീറ്റ് കിട്ടിയിട്ടില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല, ആർക്കോ വേണ്ടി അഡ്മിഷൻ നോക്കുന്നതാണെന്ന് തോന്നുന്നു. ഹീറോയിൻ ഇത് കേൾക്കാത്ത രീതിയിൽ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നുണ്ട്. അവൾ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഫോണൊക്കെ കട്ട് ചെയ്ത് വീണ്ടും ഹീറോയിനുമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഹീറോയിൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും, ഞാനൊരു ഹോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ പോലെ. കുക്കിംഗ് കോമ്പറ്റീഷൻ അല്ല, കുക്കിംഗ് ചെയ്തുകൊണ്ട് സെലിബ്രിറ്റികളുടെ അടുത്ത് സംസാരിക്കുന്ന പരിപാടി. നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടോ എന്ന് ബിസിനസ് ലേഡിയോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് സമയമില്ല, പിന്നെ അതിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിൻ കൂടുതൽ മൈൻഡ് ആകുന്നൊന്നുമില്ല. അവൾക്കറിയാം ഈ ലേഡി ഹീറോയിന്റെ വലയിൽ വരുമെന്ന്. രാത്രിയാകുമ്പോൾ ഹീറോയിൻ അവളുടെ ഒരു കൂട്ടുകാരിയെ പോയി കാണും. ആ മനസാക്ഷിയുള്ള പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടീനെ തന്നെ. അതുമല്ല, ഇവരൊരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാരെ ഒരുമിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ പോലെ. അതിനകത്ത് തന്നെ മെയിൻ ആയിട്ട് ആരാ വരുന്നതെന്ന് അറിയാമോ? നമ്മൾ ആ ബിസിനസ് ലേഡീനെ കണ്ടില്ലേ, ആ ബിസിനസ് ലേഡി തന്നെ. ആ ഹീറോയിൻ വരത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഹീറോയിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ ലേഡി വരുമെന്ന്. അതുപോലെ തന്നെ വേറെ കുറെ സെലിബ്രിറ്റികളെ ചൂസ് ചെയ്യാനായിട്ട് ഈ കൂട്ടുകാരിയുടെ ഫയല് കൊടുക്കും. വേറെ കുറെ സെലിബ്രിറ്റികൾ ഉണ്ടെങ്കിൽ ഷോയിന്റെ റേറ്റിംഗ് കൂടും. പിറ്റേ ദിവസം ഹീറോയിൻ ബോസിനെ വന്ന് കാണും. ബോസിനോട് കാര്യം പറയും, വേറെ കുറെ സെലിബ്രിറ്റികളേക്ക് ആഡ് ചെയ്യാൻ പോണ്, ഷോയിന്റെ റേറ്റിംഗ് കൂടുമെന്ന്. എന്നാൽ ആദ്യം ഇത് കേൾക്കുമ്പോൾ ബോസിന് വിശ്വാസം വരത്തില്ലേലും നോക്കുമ്പോൾ കറക്റ്റ് ആണ്. അങ്ങനെ ബോസിന് സന്തോഷവും. ഇത് നടക്കോ ഇല്ലേ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്നാലും ഇങ്ങനെ നടക്കുവാണെങ്കിൽ നല്ലൊരു റേറ്റിംഗ് കിട്ടും. റേറ്റിംഗ് കിട്ടിയാൽ എന്താ നടക്കുക, ഹീറോയിൻ ചിലപ്പോൾ ഹോസ്റ്റ് ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഹീറോയിൻ ഇപ്പം നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ ചെന്ന് ആ ബിസിനസ് ലേഡിയെ കാണും. ആ ബിസിനസ് ലേഡിയോട് കാര്യം പറയും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വരാൻ, അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കുറച്ച് നേട്ടങ്ങൾ കിട്ടും. ആ ഷോയിൽ നേരത്തെ ഒരു സ്കൂളിൽ വിളിച്ചില്ലായിരുന്നു ഈ ലേഡി, ആ സ്കൂളിൽ ഒരു ബോർഡ് മെമ്പർ വരുന്നുണ്ട്. അവരോട് സംസാരിച്ചാൽ അഡ്മിഷൻ കിട്ടും. എന്നാൽ അവർക്ക് തോന്നാൻ പാടില്ല ഈ അഡ്മിഷന് വേണ്ടിയിട്ടാണ് അവരോട് സംസാരിച്ചതെന്ന്. ഈ ബോർഡ് മെമ്പർ ആ ഫംഗ്ഷന് വരുവാണെങ്കിൽ, ഈ കുക്കിംഗ് ഷോയിൽ വരുവാണെങ്കിൽ ഈ ബിസിനസ് ലേഡിക്ക് കമ്പനി ആവാമല്ലോ. സാധാരണ രീതിയിൽ ഒരു ആവശ്യം ചോദിച്ച് ചെല്ലുന്നില്ലല്ലോ. അങ്ങനെ ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ആ സ്കൂളിൽ ഒരു അഡ്മിഷൻ ഒപ്പിക്കാൻ പറ്റും. ഇത് ഹീറോയിൻ പറയാം അവരോട്. ഇത് കേൾക്കുന്ന അവർ ഞെട്ടിയിട്ട്, നീ എന്നെ സ്പൈ ചെയ്യുകയാണോ, ഞാൻ പറയുന്നതൊക്കെ ഒളിച്ച് കേൾക്കുകയാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ താല്പര്യമില്ല. ഹീറോയിൻ പറയും, നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് ഇല്ലാതെ ചിലപ്പോൾ ഇത് നടന്നേക്കാം, അവരോട് ചോദിക്കാൻ പറ്റിയേക്കാം, പക്ഷെ അവർ തരണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അവരോട് കൂടി ഫ്രണ്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇവർക്കല്ല, വേറെ ആർക്കും ആണ് അഡ്മിഷൻ, എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അത് നടക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് കൂടെ ഉപയോഗമുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ ബിസിനസ് ലേഡി അവർ പഠിച്ചൊരു ഡാൻസ് ഇല്ലേ, അത് സ്റ്റേജിൽ കാഴ്ചവെക്കുന്നതായിട്ടാണ് എല്ലാവരും കാണുന്നുണ്ട്. അതുമല്ല, ഈ ഡാൻസ് അറിയപ്പെടുന്ന ഒരു ഡാൻസ് അല്ല. ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണെങ്കിൽ എല്ലാവരിലും ഇത് എത്തിപ്പെടും, ആ ഡാൻസ് ഫേമസ് ആവും, എല്ലാവരും കളിക്കാനായിട്ട് ആഗ്രഹിക്കും. അതുകൂടെ കൊണ്ടാണ് ഈ ലേഡി സമ്മതിച്ചത്. അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ ഈ ലേഡി ഒരു ഡാൻസ് കാഴ്ചവെച്ചത്. ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇന്റർവ്യൂ കൂടും. ഈ ഇന്റർവ്യൂവിൽ തന്നെ വേറെ കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. അതുമല്ല, ആ സ്കൂളിലെ ബോർഡ് മെമ്പറും അതുപോലെ തന്നെ ഈ ബിസിനസ് ലേഡിയും. അവിടെ ഇരിക്കുന്ന ഒരു സിനിമാ നടിയുണ്ട്. ആ നടിയോട് ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അവർ പറഞ്ഞു കൊടുക്കും, ഏതൊരു ക്യാബേജ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡ്. അതുപോലെ തന്നെ ബിസിനസ് ലേഡിയോട് ചോദിക്കും, ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന്. ഈ ലേഡി പറഞ്ഞില്ലേ, ആ നടി പറഞ്ഞില്ലേ, ആ സെയിം ഫുഡ് തന്നെ അതുണ്ടാക്കുന്ന രീതിയും പറഞ്ഞു കൊടുക്കും. എന്നാൽ പിന്നെ നമുക്കൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തിയാലോ എന്ന് ഹീറോയിൻ ചോദിക്കും അവർ രണ്ടുപേരെടുത്തും. അങ്ങനെ അവർ രണ്ടുപേരും സമ്മതിക്കും. ചുമ്മാ നടത്തിയാൽ പോരാ, നമുക്ക് ടീമായിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ട്
ബോർഡ് മെമ്പറിനെയും അതുപോലെ തന്നെ ബിസിനസ് ലേഡീനെയും ഒരു ടീമാക്കും. പിന്നെ വേറൊരു ലേഡി ഉണ്ട്, ഹീറോയിനും വേറെ കുറച്ച് ആൾക്കാരും ഒരു ടീം. ഇപ്പൊ ബിസിനസ് ലേഡീനെയും ബോർഡ് മെമ്പറിനെ ഒരുമിച്ചിടുവാണെങ്കിൽ അവർക്ക് കൂട്ടാവാൻ പറ്റുമല്ലോ. അങ്ങനെയാണല്ലോ ഹീറോയിന്റെ ഈ ലേഡിയുടെയും കരാറ്. അത് കണക്ക് തന്നെ നടന്നിട്ടുണ്ട്. അവര് നല്ല കൂട്ടാവുന്നുണ്ട്. ഇത് നല്ല രസമായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ അമ്മായിയമ്മയും കൂട്ടുകാരികളെയും പോയി കാണും. അവർക്ക് അത്ഭുതപ്പെടും, കാരണം ഹീറോയിൻ ഫേമസ് ആയിട്ടുണ്ട്. കുറച്ച് സെലിബ്രിറ്റികളെ വെച്ചിട്ടല്ലേ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. അതുപോലെ കുക്കിംഗ് ഷോ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും പോകാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന്റെ ഇടയിൽ ഹീറോയിൻ ഒരു പദ്ധതി എടുത്തിടും. നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂവിന് വരാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ എന്തായാലും എന്റെ അമ്മായിയമ്മയും കൊണ്ട് ഇന്റർവ്യൂവിന് പോകാൻ പോവാ. അമ്മായിയമ്മയ്ക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ട്. എന്നാൽ അമ്മായിയമ്മ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മായിയമ്മ ഒന്നും മിണ്ടുന്നില്ല. അവർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. ബാക്കിയുള്ള ലേഡികൾക്ക് ഒരുപാട് സന്തോഷവും. ഇന്റർവ്യൂ എന്നാൽ പിന്നെ ഞങ്ങളും ഉണ്ട്, ഞങ്ങളൊക്കെ പോയി ആദ്യം തന്നെ ഡ്രസ്സൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ മറ്റേ മനസാക്ഷിയുള്ള കൂട്ടുകാരിയില്ലേ, ആ കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരിക്കും ഡ്രസ്സൊക്കെ റെഡിയാക്കണം. അതുകൊണ്ട് തന്നെ ആ കുട്ടി അവിടെ നിന്ന് പോകും. ഈ അമ്മായിയമ്മ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്റർവ്യൂവിന്റെ കാര്യം. പക്ഷെ അമ്മായിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മായിയമ്മ ഹീറോയിനെ പിടിച്ച് അടുത്തിരുത്, വാ ഇങ്ങ് വന്നേ മോളെ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കാര്യം വന്നപ്പോൾ അമ്മായിയമ്മയ്ക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു. ഈ അമ്മായിയമ്മേനെ കൂട്ടുകാരികൾ പുകഴ്ത്തിയിട്ടുണ്ട്. മരുമോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ. അതുകൂടെ ആയപ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് ഇരട്ടി സന്തോഷം. ആ ഒരു ഡോപ്പമിൻ കൂടെ കിട്ടിയില്ലേ. അമ്മായിയമ്മ പഴയതുപോലെ ചായ എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ ഹീറോയിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അമ്മായിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹീറോയിനെ. ഈ കള്ളത്തരങ്ങൾ വല്ലതും പൊളിഞ്ഞാൽ തീരുമാനമാവും. പിന്നെ ആരും വിശ്വസിക്കത്തില്ല, അവളെ വെറുത്തു പോകും. ഇനി അവളുടെ തെറ്റില്ലെങ്കിലും വെറുത്തു പോകും. അങ്ങനെ അവരുടെ ഷോ നടത്തുകയാണ്. അതിനകത്ത് തന്നെ അമ്മായിയമ്മ അതുപോലെ തന്നെ മറ്റേ ബിസിനസ് ലേഡി ഉണ്ട്. ആ ബിസിനസ് ലേഡി ആയിട്ട് അമ്മായിയമ്മയ്ക്ക് കൂട്ടുകൂടാൻ പറ്റി. ഈ അമ്മായിയമ്മ കുറെ നാളായിട്ട് ആഗ്രഹിച്ചതല്ലേ അവരുമായിട്ട് കൂട്ടുകൂടണമെന്ന്. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് അവർക്ക് കൂട്ടുകൂടാൻ പറ്റി. ആരും ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തു വരുത്തിയതാണെന്ന് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. എല്ലാവരും നല്ല കൂട്ടായിട്ടുണ്ട്. നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ ചില കൂട്ടുകാർ. എവിടെയെങ്കിലും പോകുമ്പോൾ ചുമ്മാ ചിരിക്കുമ്പോൾ അവർ കൂട്ടുകാരാവും, പിന്നെ സംസാരവും. എന്നാലും പെട്ടെന്ന് മറന്നു പോകും. നമ്പറൊന്നും വാങ്ങത്തില്ലല്ലോ, ആരെങ്കിലും കൊടുക്കും അറിയാത്ത ആൾക്കാർക്കൊക്കെ. എന്തായാലും ചുമ്മാ സംസാരിച്ചിരിക്കാൻ രസമാണ്. ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയിന്റെ ബോസിനെ പോയി കാണും. ബോസിനോട് ഒരു ഫയൽ കൊണ്ടുവന്ന് കൊടുക്കും. ബോസിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ റേറ്റിംഗ് ഒക്കെ ഒരുപാട് കൂടി, എല്ലാവരും കൂടുതൽ കാണുന്നുണ്ട്. ഇപ്പൊ പഴയതുപോലെ കൂടുതൽ സെലിബ്രിറ്റികളല്ല, സെലിബ്രിറ്റികളുടെ വൈഫും അല്ലാത്തവരും എല്ലാവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ആയിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും കണ്ടിരിക്കാൻ ഒരു രസമാണ്, ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ. അതുമല്ല, ഏതോ ഒരു കമ്പനി ഈ ഒരു ഷോയ്ക്ക് വേണ്ടി 12% എക്സ്ട്രാ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ ആ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കും. ഹീറോയിൻ ഒരു കമ്പനിയുടെ ഓണറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് അയാളോട് കാര്യം പറഞ്ഞു, ഇനി വരാൻ പോകുന്ന ഷോ എല്ലാം അടിപൊളിയായിരിക്കും, കൂടുതൽ പൈസ കിട്ടും. അപ്പൊ 12% ഒന്നുമല്ല, നിങ്ങൾ കൂട്ടിപ്പിടിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ അതിന് അയാൾ സമ്മതിച്ചു. ഇപ്പൊ ആ കമ്പനിയും നമ്മുടെ ബോസിന്റെ കമ്പനിയായിട്ട് കൊളാബ് ചെയ്യും സ്പോൺസർഷിപ്പായിട്ട്. അപ്പൊ ഈ ഷോ നടത്താൻ ഇവരുടെ കമ്പനിക്ക് കൂടുതൽ പൈസ കിട്ടും. ബോസിന് ഇതുകൂടെ ആകുമ്പോൾ ഒരുപാട് സന്തോഷവും. പിന്നെ എന്താ നടക്കുക, ഹീറോയിന് ഹോസ്റ്റ് ആവാൻ പറ്റുമായിരിക്കും. ഹീറോയിൻ അത്രയും കഴിവുള്ള പെൺകുട്ടിയാണ്. അവള് കാരണമാണ് ഈ ഇടയ്ക്ക് ഈ കമ്പനിക്ക് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായത്. ബോസ് പറയും, നീ നല്ലൊരു കഴിവുള്ള പെൺകുട്ടിയാണ്, നിന്നെ കൊണ്ട് ഹോസ്റ്റ് ആവാൻ പറ്റുമെന്ന്. ഞാൻ ഹോസ്റ്റായ അഹങ്കാരിയുടെ കാര്യം എങ്ങനെയാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, അഹങ്കാരി ഒരു ട്രിപ്പിന് വിട്ടേക്കാണ്, നിനക്ക് അടിപൊളിയായിട്ട് ഹോസ്റ്റായിട്ട് നിൽക്കാന്ന് ഹീറോയിനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. പിന്നീട് ഹീറോയിനും അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരിയും കൂടെ ഒരുമിച്ച് വന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കും. അതുമല്ല, ഈ കൂട്ടുകാരിയുടെ അക്കൗണ്ടിലോട്ട് ഹീറോയിൻ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഇട്ടേന്ന് കൂട്ടുകാരി ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഈ കൂട്ടുകാരിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ ബില്ല് വരുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് അത് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അയച്ചു കൊടുത്തത്. സാരമില്ല, എനിക്കിപ്പോൾ പൈസയുടെ അത്യാവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കൂട്ടുകാരിക്ക് പൈസ കൊടുക്കും. നീ എനിക്ക് പൈസ തന്നില്ലേ, എന്നാ പിന്നെ ഫുഡിന്റെ പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരിയാണ് പൈസ കൊടുക്കുന്നത്. ഇന്ന് കൂട്ടുകാരിയുടെ ചെലവാണ്. ഹീറോയിനും അതിന് സമ്മതിക്കും. പിന്നീട് ഹീറോയിൻ മേക്കപ്പ് ഇടാനായിട്ട് പോകും. പ്രോഗ്രാം ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഇടണം. അങ്ങനെ മേക്കപ്പ് ഇടുന്ന ഒരു ലേഡി ഉണ്ട്. ആ ലേഡിയാണ് ഹീറോയിന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത്. ആ സമയം ആ റൂമിലോട്ട് ആ അഹങ്കാരി കയറി വരും. അഹങ്കാരി കയറി വന്നിട്ട് അവൾക്ക് ഇപ്പം മേക്കപ്പ് ഇടണമെന്ന് പറയും. അവളുടെ ഷോ അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഹീറോയിന്റെ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ആദ്യം തന്നെ ഹീറോയിൻ ഇട്ട് കൊടുക്കണം. പക്ഷേ അഹങ്കാരിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഹീറോയിൻ ഹോസ്റ്റ് ആയതുകൊണ്ട് ആ അസൂയുണ്ട്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഇടുന്ന ലേഡീനെ മിരട്ടും, നീ എനിക്കിപ്പം മേക്കപ്പ് ഇട്ട് തന്നില്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ ലേഡി പേടിച്ചിട്ട് ഈ ലേഡിക്ക് മേക്കപ്പ് ഇടാനായിട്ട് സാധനങ്ങൾ എടുക്കാൻ പോകും. ഹീറോയിൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാരമില്ല എന്ന് ആ ലേഡിയോട് പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് പറഞ്ഞു വിടും. ആ ലേഡി പോയതിനു ശേഷം ഈ അഹങ്കാരി ഹീറോയിനെ കളിയാക്കും. ആ ലേഡി പറയുന്നത്, അതായത് അഹങ്കാരി പറയുന്നത്, ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പൈസ കൊണ്ടാണ് ഈ ഒരു ഉയരങ്ങളിൽ എത്തിയത്, അല്ലായിരുന്നെങ്കിൽ അവളെ കൊണ്ട് ഒരിക്കലും കയറി വരാൻ പറ്റത്തില്ല. അവള് കഴിവില്ലാത്തവളാണ്, പൈസ കൊണ്ട് മാത്രം, പൈസ ഉള്ള ഒരു ബോയ് ഫ്രണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കയറി വന്നതെന്ന്. എന്നാൽ ഹീറോയിൻ അതിനെ തിരുത്തി പറയും, എന്റെ ബോയ് ഫ്രണ്ടിന്റെ പൈസ കൊണ്ടല്ല ഞാൻ കയറി വന്നത്, എന്റെ കഴിവുകൊണ്ടാണ്. നീ അത് നേരിട്ടും എല്ലാം കണ്ടോ ബോയ് ഫ്രണ്ട് പൈസ കൊടുക്കുന്നത്? അതുപോലെ തന്നെ നിന്റെ ഷോയിനെ കാട്ടി എന്റെ ഷോയിന് റേറ്റിംഗ് കൂടുതലാണ്. എനിക്ക് നിന്റെ കാര്യം ആലോചിച്ച ഒരു പേടിയുണ്ട്, ചിലപ്പോൾ നിന്റെ ജോലി വല്ലതും നഷ്ടപ്പെട്ടു പോയാലോ. എന്നെ പല കമ്പനിയിൽ നിന്നും വിളിക്കുന്നുണ്ട് എന്റെ കഴിവ് കാരണം ഹോസ്റ്റ് ആയിട്ട്. അപ്പൊ ആരാണ് ബെറ്റർ? ഞാനല്ലേ ബെറ്റർ എന്നും പറഞ്ഞ് അവളെ ആട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും നമ്മുടെ ഹീറോയിൻ പോയതിനു ശേഷം ഈ അഹങ്കാരിക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരു ഡൗട്ട്, അഹങ്കാരിക്കും അസിസ്റ്റന്റിനും. അതായത് ഹീറോയിന് ഒരു
മുത്തശ്ശി മാത്രമേ ഉള്ളെന്നാണ് ഇവള് വന്നപ്പോൾ, അതായത് ഈ കമ്പനിയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അവള് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്, ഹീറോയിൻ അച്ഛനും അമ്മയുണ്ട്, അവർ അബ്രോഡ് ആണെന്ന് പറഞ്ഞിട്ട്. അത് ഈ അഹങ്കാരി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പാടില്ല ഇനി ഹീറോയിൻ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടോന്ന്. പൈസ ഉള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനായിട്ട് ഇനി അവള് പേരൻസിനെ ഫേക്ക് ചെയ്യുന്നു ഈ അഹങ്കാരിക്ക് അസിസ്റ്റന്റിന് ഒരു ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഇനി അത് അവർ പൊളിക്കാൻ ശ്രമിക്കുമെന്ന് അറിയാൻ പാടില്ല. പിന്നീട് ഹീറോയിൻ ആ പ്രോഗ്രാം ഒക്കെ നടത്തി അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. അതുമല്ല അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് ഓടുന്നുണ്ട്, എന്തോ സ്റ്റോക്കിന്റെ കാര്യമാണ്. ആ ന്യൂസ് വായിക്കുന്ന റിപ്പോർട്ടർ ഇല്ലേ, ആ റിപ്പോർട്ടറിനെ ഹീറോയിൻ പണ്ട് കണ്ടിട്ടുണ്ട്. അവൾ കുട്ടിക്കാലത്ത് ഹോസ്പിറ്റലിൽ കിടന്നത്. അത് ചിന്തിച്ച് അവിടെ നിൽക്കുമ്പോൾ അവളെ പെട്ടെന്ന് പിറകിൽ നിന്ന് ആരോ പിടിക്കും. അത് നമ്മുടെ ഹീറോയാണ്. ഹീറോ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളെ കാണാൻ വന്നതാന്ന് പറയും. ഹീറോയിനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് അവളോട് ചോദിക്കും, എന്താ നീ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത്, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന്. അതൊന്നുമില്ല, എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ, നാളെ ഏത് ഡിഷാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് കുക്കിംഗ് ഷോയിൽ അത് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവളുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വരും. സ്ക്രീനിൽ കുറച്ച് ഡിഷൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും ഹീറോയ്ക്ക്. എന്നാൽ ഹീറോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു മാല എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. വലിയൊരു മാല, അവളെ കാട്ടിയുണ്ട് ആ സൈസ്. എന്തായാലും കുഴപ്പമില്ല, അതെടുത്ത് കെട്ടിക്കൊടുക്കും. ഹീറോയിൻ ഒരുപാട് സന്തോഷവും. ഹീറോയിൻ എന്താ ഗിഫ്റ്റ് ഒക്കെ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഞാൻ ചുമ്മാ തന്നെയാന്ന് പറയും. ഹീറോ ചോദിക്കും, നിനക്ക് സ്വന്തമായിട്ട് റൂമൊന്നും ഇല്ലേ, എന്താ നീ ഹാളിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നതെന്ന്. ഹീറോയിൻ പറയും, ഞങ്ങളെ പോലുള്ള ഹോസ്റ്റലുകൾക്ക് സ്വന്തമായിട്ട് റൂമില്ല, പ്രൈവറ്റ് റൂം അവർ കൊടുക്കത്തില്ല, പക്ഷേ ന്യൂസ് റിപ്പോർട്ടേഴ്സിനൊക്കെ കൊടുക്കും. എന്നാ പറയും നിനക്ക് ന്യൂസ് റിപ്പോർട്ട് അയക്കൂടെ എന്ന് ഹീറോയാണ് ചോദിക്കുന്നത്. അതിന് ഹീറോയിൻ പറയും, അത് ഒരുപാട് കഷ്ടമാണ്, അതൊക്കെ നല്ല പാടല്ലേ, എന്നെ കൊണ്ട് കഴിയോ. പക്ഷേ ഹീറോ സപ്പോർട്ട് ചെയ്യും, നിന്നെ കൊണ്ട് പറ്റും, നീ വിചാരിച്ചാൽ പറ്റും, നിന്നെ കൊണ്ട് ന്യൂസ് റിപ്പോർട്ടർ അല്ല ഈ ലോകം കീഴടക്കാനും പറ്റും, അതുകൊണ്ട് നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ കിട്ടത്തില്ലേ. ഹീറോ നല്ല സപ്പോർട്ട് ചെയ്യുന്ന പാർട്ണറാണ്. പിന്നെ ഹീറോയിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം റൊമാൻസ് ആണ്. പിറ്റേ ദിവസം ഹീറോ, ഹീറോയിൻ, അച്ഛൻ, അമ്മ ഇവരെല്ലാരും കൂടെ അങ്ങോട്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ഓടിക്കൊണ്ട് വരും. അത് വേറെ ആരുമല്ല, ഹീറോന്റെ അനിയനാണ്, ഈ അച്ഛന്റെ അമ്മയുടെയും ഇളയമോൻ. അവൻ ഓടി വന്നിട്ട് എനിക്ക് കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞ് ടി വി ഇടും. എന്നാൽ ആദ്യമായിട്ട് വരുന്നത് ന്യൂസാണ്. ആ ന്യൂസിനകത്ത് ഹീറോന്റെ അച്ഛനാണ് അവിടുത്തെ ഇനാഗ്രേഷൻ നടത്തുന്നത്, ഏതോ ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഹീറോന്റെ അച്ഛൻ ചോദിക്കും ഹീറോയിനോട്, നീ ഈ ഗ്രാമത്തിൽ നിന്നല്ലേ വരുന്നതെന്ന് പറഞ്ഞത്, നിന്റെ ബന്ധുക്കളൊക്കെ അവിടെ കാണത്തില്ലേ. എന്നാൽ ഹീറോയിൻ പറയും, ഉണ്ട്, എന്റെ മുത്തശ്ശി അവിടെ നിന്നാണെന്ന്. ഇനി അവർക്ക് ഡൗട്ട് തോന്നുന്നു ഹീറോയിനെ പറ്റി, അറിയാൻ പാടില്ല. അതുമല്ല ആ പഴയ ഗ്രാമം ഇല്ലേ, അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏതൊക്കെ കമ്പനി പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊരു കമ്പനിയാണ് ഹീറോയിന്റെ അച്ഛൻ്റെത്. ചില സിറ്റിയൊക്കെ വികസിപ്പിക്കാനായിട്ട് കൊമേഴ്ഷ്യലായിട്ട് കമ്പനികൾ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു കമ്പനി. അതുകൊണ്ടാണ് ഈ അച്ഛൻ ഹീറോയിന്റെ അടുത്ത് ചോദിച്ചത്, നീ അവിടെ നിന്നല്ലേ വരുന്നത്, നിന്റെ ആരെങ്കിലും അവിടെ ഉണ്ടോന്ന്. അപ്പൊ മുത്തശ്ശി ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.